സോ ഹലോ ഗൈസ്, വൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റീചാർജബിൾ LED ടീ ബൾബാണ്. സോ വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് കുറച്ച് PVC പൈപ്പാണ്. ഈ PVC പൈപ്പ് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ കൊടുക്കണം. ഞാൻ ഡിസൈൻ കൊടുത്താൽ ഡിസൈൻ കൊടുക്കണേ അങ്ങനെ കൊടുക്കാം, അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ്റെ അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ ആ PVC പൈപ്പിൻ്റെ കഷ്ണങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിച്ച്, രസത്തിന് വേണ്ടിയാണ് സ്റ്റിക്കർ ഒട്ടിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കുക, അല്ലെ സ്പ്രേ പെയിൻ്റ് കൊണ്ട് സ്പ്രേ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഒരു LED ഇതെടുത്തു. ആ LED കറക്റ്റ് ആക്കിയിട്ട് ഞാനൊരു PVC പൈപ്പും കട്ട് ചെയ്തു. നിങ്ങളടുത്ത് ഏത് LED ഉള്ളത് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ഒരു ബോക്സ് ഷേപ്പ് ഉണ്ടാക്കി ആ LED അതിൽ വെക്കാൻ. എന്താ എൻ്റെ LED ആ ബോക്സിൻ്റെ ഉള്ളിൽ കൊള്ളും. കറക്റ്റ് കൊള്ളിച്ചിട്ടില്ല, ഞാൻ കുറച്ച് സ്ഥലം വിട്ടേക്കണ്. പിന്നെ എടുക്കുന്നത് ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററി അല്ലാത്ത 5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 3.7 വോൾട്ടിൻ്റെ ബാറ്ററി എടുക്കുമ്പോൾ 2 ബാറ്ററി ഉപയോഗിക്കാം. ആ ബാറ്ററി ഞാൻ ഫസ്റ്റ് വെക്കും, പിന്നെ അതിൻ്റെ മുകളിൽ LED വെക്കും. അങ്ങനെയാണ് ഞാൻ വെക്കുന്നത്, കാരണം താഴത്തെ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ഞാൻ അതൊക്കെ ഒട്ടിച്ച് ബാറ്ററി താഴത്ത് വെച്ചൊട്ടിക്കുക, അതിൻ്റെ മുകളിൽ LED വെച്ചൊട്ടിച്ച് പിന്നെ 2 ഹോൾസ് ഉണ്ടാക്കിയിട്ട് പ്ലസ്സും മൈനസും, ബാറ്ററിൻ്റെ പ്ലസ്സും മൈനസും പിന്നെ LED പ്ലസ്സും മൈനസും പുറത്തോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിലും ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇതാ ഞാൻ ഉണ്ടാക്കണതിൽ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ബാക്കിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ ആ ബോക്സിൽ സ്വിച്ചും വെച്ച് പിന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് LED പ്ലസ് മൈനസും ബാറ്ററിൻ്റെ പ്ലസ് മൈനസും ആ ഹോളിൻ്റെ ഉള്ളിലോട്ട്, ആ ബോക്സിൻ്റെ ഉള്ളിലോട്ട് എത്തിച്ച് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇനി ഇത് കണക്ഷൻ ചെയ്യണം. സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ ലൈറ്റ് കത്തനായിട്ട് കണക്ഷൻ ചെയ്യണം. ഞാൻ അങ്ങനെ കണക്ഷൻ ചെയ്ത് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. നമ്മളെ ലൈറ്റ് കത്തുണ്ട്. സ്വിച്ച് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് ചാർജ് ചെയ്തത് കണക്ഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർജറിൻ്റെ സർക്യൂട്ടാണ് എടുക്കുന്നത്. 5 വോൾട്ടിൻ്റെ ചാർജറിൻ്റെ സർക്യൂട്ട്. ഈ സർക്യൂട്ട് ഞാൻ പഴയ ഫോണിൻ്റെ ചാർജറിൽ നിന്ന് കിട്ടും. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോവാണ്. അതിൻ്റെ 5 വോൾട്ട് ഞാൻ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കണക്റ്റും ചെയ്ത് പിന്നെ ഡയറക്റ്റ് കറണ്ട് കൊടുക്കേണ്ട വയറും പുറത്തോട്ട് ഇട്ട് ബാറ്ററിയിലേക്ക് കൊടുത്ത് ഞാൻ ഇതിൻ്റെ പ്ലസും മൈനസും നമ്മുടെ സർക്യൂട്ടിൻ്റെ ഇനി ഇതിലേക്ക് ഡയറക്റ്റ് കറണ്ടിട്ടാൽ നമ്മളെ ബാറ്ററി ചാർജ് ആയിക്കോളും. പിന്നെ ഞാൻ ഒരു ഇൻഡിക്കേറ്ററും വെച്ച് നമ്മളെ ഇതിലേക്ക് കറണ്ട് പോകുമ്പോൾ ഒരു ലൈറ്റ് കത്താൻ 68K റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക് മൂടുകയും ചെയ്ത് ഡയറക്റ്റ് കറണ്ട് കൊടുക്കേണ്ട വയറ് പുറത്തോട്ട് ഇടുകയും ചെയ്ത് നമ്മളുടെ 90% കംപ്ലീറ്റ് ആയി. ഇനി വെക്കേണ്ടത് നമ്മൾ ഒരു ബൾബ് ഹോൾഡറിൻ്റെ ഉള്ളോട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അത് നമ്മൾ പണ്ടത്തെ ഒരു ബൾബിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ LED മുകളിൽ ഒരു ഫിലിം ഷീറ്റ് കട്ട് ചെയ്ത് വെക്കണം. അതുകൂടി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇത് നമ്മളിപ്പോൾ ഇതിൽ നമ്മളെ ബൾബ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്താൽ നമ്മൾ LED ഇൻഡിക്കേറ്റർ വർക്കാവും. സോ പിന്നെ ഇത് ആവശ്യം വരുമ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാലും മതി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.